അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് ഫസ്റ്റ് തന്നെ ഒരു ബ്രാൻഡ് നെയിം, ഇതിനൊരു ബ്രാൻഡ് നെയിം ആണല്ലോ. അപ്പോൾ അതിങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ നോക്കി നമ്മൾ കുറേ ആലോചിച്ചു. പിന്നെ ChatGPT-യിലൊക്കെ കുറേ തപ്പി, അതിലൊക്കെ തപ്പി കുറച്ച് സജഷൻസൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ എന്താ പറയുക, വയനാട് സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ എടുത്തപ്പോൾ അതിൻ്റെ ഓൾറെഡി ആ വയനാട് സ്പൈസസ് എന്നുള്ള പേരിൽ വേറെ ബ്രാൻഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ടാക്കിയിട്ട് വയൻ സ്പൈസസ് എന്ന് പറഞ്ഞ സാധനം നോക്കി. വൈൻ സ്പൈസ്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ എടുത്തപ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്തു. ഒന്ന്, ഇതിന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു പേരുണ്ടോ, ട്രേഡ് മാർക്ക് കിട്ടുമോ നമ്മൾ നോക്കണമല്ലോ. അല്ലാണ്ട് പിന്നീട് നമ്മൾ അതിന് പുറകെ നടന്നിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോൾ അതിന് പ്രത്യേകിച്ച് ആ ഒരു പേരിൽ വേറെ ബ്രാൻഡുകളൊന്നുമില്ല. ട്രേഡ് മാർക്ക് നമുക്ക് അതിനകത്ത് ഈസി ആയിട്ട് കിട്ടും തോന്നി. പിന്നെ നമുക്ക് ഇതേ പേരിൽ തന്നെ നമുക്ക് എന്ത് ഡൊമൈൻ വേണം. നമ്മൾ എന്തായാലും വെബ്സൈറ്റ് തുടങ്ങും, എന്തായാലും നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഈ ഒരു പേരിൽ നമുക്ക് ഡൊമൈനും കിട്ടണം. അപ്പോൾ നമ്മൾ ഗോഡാഡി പോയിട്ട് ഡൊമൈനും സെർച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ ഡൊമൈനും ഈ ഒരു പേരിൽ ആരും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. വൈൻ സ്പൈസസ് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബ്രാൻഡിന് ആ ഒരു പേരാണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ പേര് ഓൾറെഡി മാറി. നമ്മളെ പേജിൻ്റെ പേര് വൈൻ സ്പൈസസ് എന്നാക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.